എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലെ ഇക്കിരി റിയാക്ഷനാണ്. രണ്ട് സിനിമകളുടെ രണ്ട് ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. ഒന്ന് കങ്കുവ. കങ്കുവ സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ. പിന്നെ മറ്റൊന്ന് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അല്ലേ, എന്താണെന്നറിയോ, ഇതിനിത് കൊടുത്തില്ലെങ്കിൽ കങ്കുവയ്ക്ക് ഭയങ്കരമായിട്ട് കങ്ക എന്നൊക്കെ കൊടുത്തു എന്ന് പറയും. ശരി, ഇപ്പൊ നീ കൊടുക്കാണ്ടിരിക്കുന്നത് നല്ലത്. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പഞ്ച് ഇപ്പൊ മറ്റേന് പഞ്ച് കൂടിയും പോയി, ഇതിന് ഉണ്ടായിരുന്ന പഞ്ച് കുറഞ്ഞും പോയി, ആ ഒരു അവസ്ഥയിലെത്തി. സാരല്ല, പോട്ടെ. എന്തായാലും രണ്ട് ബിഗ് അപ്ഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കങ്കുവയുടെ അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. അനൗൺസ്മെന്റ് പോസ്റ്റർ ആണ്. ഒരു വെടിച്ചിൽ ലൈറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് വന്ന സാധനം. ഞെട്ടിച്ചു കളഞ്ഞു. യെസ്, കിട്ടിലോസ്കി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഐറ്റം. കൈയൊക്കെ പൊന്തിച്ച് നാളെ ഞാൻ വരുന്നുണ്ട് കേട്ടോ എന്നുള്ളതാണ് സിഗ്നൽ തരുന്നതെങ്കിൽ പോലും ഹാജർ വിളിച്ചിരിക്കുകയാണ്, നാളെ ഞാൻ ഉണ്ട് എന്നുള്ളത്. പേര് വിളിച്ചപ്പോ തന്നെ കങ്കുവ എന്ന് പറഞ്ഞ തന്നെ ഹാജർ. ഓക്കെ, കങ്കുവ സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ നാളെ 11 മണിക്ക് വരും. അതിൻ്റെ അനൗൺസ്മെൻ്റ് ആണിത്. ഇതിൽ ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ. അതായത് ആളുടെ വലത് കൈയാണ് കാണിച്ചിരിക്കുന്നത്. ആ വലത് കൈയിൽ ഫുള്ള് ടാറ്റു ആണ്. പ്രസൻറ്റ് ലുക്കാണ് വരാനുള്ളത്. അത് നമുക്ക് അറിയാവുന്ന കാര്യമായിരുന്നു. ഇതിൽ നിന്നും വ്യക്തമാണ് സംഭവം. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇത്. അതായത് ആളുടെ ട്രൈബൽ ലുക്കിലുള്ള ക്യാരക്ടറിൻ്റെ വലത് കൈയിൽ ഫുള്ള് മുറിപ്പാടുകളായിരുന്നു. അതായത് ഓരോരുത്തരെ കൊല്ലുമ്പോൾ അത് അവരുടെ ഒരു എന്താ പറയുക, നമുക്ക് മെഡലൊക്കെ കിട്ടൂല, അതുപോലെ മാർക്ക് ചെയ്യുന്ന സംഭവമായിരുന്നു. ഓരോ മുറിവുകൾക്കും ഓരോ പാടുകൾക്കും ഓരോ കഥ പറയാനുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞിരുന്നത്. ഇതിലേക്ക് വരുമ്പോൾ ആളുടെ കൈയൊക്കെ മാറിയിട്ടുണ്ട്, ടാറ്റു ഒക്കെ അടിച്ച് ആളൊരു മോഡേൺ ലുക്കിലാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് കിട്ടുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അതും ടാറ്റു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരുന്തിന്റെ തലയല്ല, ബോഡി ഫുൾ ആയിട്ടുണ്ട്. അതിന്റെ ഓരോ തൂവലിന്റെയും എല്ലാം ഉണ്ട്. അത് ഫുൾ. അതായത് കങ്കുവയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിലുണ്ടല്ലോ പരുന്ത് എങ്ങനെയാണല്ലോ അതിൽ. അപ്പോൾ അതേ രീതിയിലുള്ള ടാറ്റു ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സൂപ്പർ. പിന്നെ ഇതിൽ രണ്ട് എഫക്റ്റാണ് കാണുന്നത്. ഒന്ന് തീൻ്റെ എഫക്റ്റും പിന്നെ വെള്ളത്തിൻ്റെ തണുപ്പിൻ്റെ ഒക്കെ പറയുന്ന അതിനെ സൂചിപ്പിക്കുന്ന ഒരു നീല കളർ എഫക്റ്റ്. എപ്പോഴും അങ്ങനെയാണല്ലോ, റാവൺ മുതൽ ലിയോ മുതൽ അങ്ങനെ ഒരു എപ്പോഴും കാണിക്കുന്ന സംഭവമാണ്. രണ്ട് ഷെയ്ഡ് കാണിക്കുന്നിടത്തൊക്കെ ഈ ഒരു എഫക്റ്റും കാണിക്കാറുണ്ട്. അതെ, ഇത് രണ്ടും പക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായി എതിരാളികളായിട്ട് നിൽക്കുന്ന, ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് ഒരു സ്വഭാവത്തെ കാണിക്കുന്ന സംഭവമാണ് ആ ഒരു എഫക്റ്റ്. എന്നാൽ ഇതിൽ തീൻ്റെ എഫക്റ്റ് വളരെ കുറച്ചുള്ളൂ. നീലയാണ് കുറച്ച് കൂടുതലായിട്ട് കാണിക്കുന്നത്. പിന്നെ കങ്കുവ എന്ന് എഴുതിയിരിക്കുന്നത്, അതായത് ഇവർ ആദ്യമായിട്ടാണ് നീല കളറിൽ കൊടുക്കുന്നത്. പിന്നെ അനൗൺസ്മെൻറ്റിൻ്റെ ഡേറ്റ് കൊടുത്തിരിക്കുന്നതും നീല കളറിലാണ്. സത്യമായിട്ട്. അപ്പോൾ നാളെ വരാൻ പോകുന്ന പോസ്റ്ററും ഈ നീലയായിരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രസന്റ് ലുക്ക് തന്നെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ എന്താണെന്ന് അറിയുള്ളൂ, മനസ്സിലൊരു ഇത് വന്നത്. കാരണം ഇതിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററിനെ കുറിച്ച് ഒരുപാട് പേര് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു രക്ഷയില്ല, ഇതുവരെ കണ്ട ഒന്നുമല്ല, അത്രയ്ക്ക് അന്ന് നമ്മൾ സംശയം ചോദിക്കും, അപ്പം പ്രസന്റ് ലുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ ലുക്കിൽ വലിയ വ്യത്യാസം ഉണ്ടാവുക. പക്ഷെ ഈ ഒരു പോസ്റ്ററിൽ ഈ ഒരു കൈ തന്നെ കാണിച്ചപ്പോ തന്നെ എന്തുമാത്രം, ഇപ്പൊ കൈപ്പത്തിയിലുണ്ട് ഒരു മറ്റേ എന്താ പറയാ ഒരു നമ്പർ കൊടുത്തിട്ട്, പിന്നെ ഈ ഗരുഡന്റെ ചിറകും, രണ്ട് ചിറക് കാണിക്കുന്നത് പോലെ അങ്ങനെ കുറെ ഐറ്റംസ് ഇതിൽ തന്നെ ഉണ്ട്. 7ാം അറിവ് സിനിമ അല്ലേ, അതിന്റെ ഒരു വൈബ് തന്നെ ആയിരിക്കുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. അതായത് 7ാം അറിവിലെ DNA പൂർത്തിയാകാതെ തന്നെ നമ്മുടെ ഉള്ളിൽ അതിന്റെ ആ ഒരു സത്വം ഉള്ളിലുണ്ടാവും എന്നുള്ളതിന്റെ, അതായത് DNA മുഴുവനാകുന്നതിന് മുൻപേ ആളായി എന്നുള്ളതാണ്. അതുപോലെ സിനിമ മേ ബി ആദ്യം ഈ പ്രസന്റ് ലുക്കിലുള്ള കഥ അങ്ങനെ പറഞ്ഞു പോകും. അതിനുശേഷം കങ്കുവയുടെ, അതായത് പണ്ടത്തെ ആ ട്രൈബൽ ലുക്കിലേക്ക് പോകും. ആ രീതിയിലുള്ളൊരു അതാണ് വേണ്ടത്. നമ്മൾ പക്ഷേ അവരിപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന രീതി, അതായത് സിനിമ വരുന്നതിന് മുമ്പുള്ള കേട്ടോ, ആദ്യം അവർ നമുക്ക് കങ്കയുടെ ആ പഴയ ട്രൈബൽ ലുക്കിലുള്ള രീതിയിൽ കഥ മുന്നോട്ട് തന്നു. അതിനുശേഷമാണ് പ്രസന്റ് ലുക്കിലേക്ക് വരുന്നത്. അതായത് ഇപ്പോൾ മാറുന്നത് അങ്ങനെ തന്നെ. ഈ പോസ്റ്ററിലുള്ള ബ്രില്യൻസും അത് തന്നെയാണ്. അതായത് തീനെ വിഴുങ്ങുന്നതാണ്. അതായത് ഈ നീല എഫക്റ്റ്. ആള് മേ ബി ഗോവ ബീച്ചിലൊക്കെ ഉള്ള അടിച്ചോളി ക്യാരക്ടർ അങ്ങനെ ആയിരിക്കണം. അപ്പോൾ നാളത്തേക്ക് ആള് മാറി വന്ന് ഈ പുതിയ കാലഘട്ടത്തിന്റെ പുതിയ ലുക്കിൽ വരും എന്നുള്ളത് തന്നെയാണ് സൂചന. നാളെ
കാത്തിരിക്കാം. യെസ്, ഇവർ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഫോർ ഹി വാസ് ടച്ചഡ് ബൈ ഫയർ ചോസൺ ആസ് എ ബീക്കൺ ഓഫ് ഹോപ്പ്. കിട്ടില്ലേ ഈ ക്യാപ്ഷൻ? ഞാൻ അങ്ങനെ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഓരോ സിനിമകൾക്ക്. അല്ല, ഇവരുടെ എല്ലാ ക്യാപ്ഷനും വേറെ ലെവലാണ്. സത്യം. ഇതിപ്പോ എന്തുവാ, പ്രതീക്ഷയുടെ വിളക്കായി തീയിലാണ് അയാളെ തീയാണ് പ്രതീക്ഷയുടെ വിളക്കായ തീയാണ് അയാളെ സ്പർശിച്ചത്. അതെ. അപ്പം അങ്ങനത്തെ ക്യാപ്ഷൻസ് ഇവരുടെ കങ്കുവിന്റെ ഏത് വരുമ്പോഴും അതിന് മുന്നിലുണ്ടോ ഒരു ക്യാപ്ഷൻ. അത് ഭീകര ക്യാപ്ഷൻ ആയിരിക്കും. ഈ ക്യാപ്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് കങ്കുവയുടെ കാലം എപ്പോഴായിരിക്കും കാണിക്കുക, അതായത് ഇതിന്റെ ഒരു സ്വഭാവം എന്താണെന്നുള്ളത്. എനിക്കിപ്പോ അതിങ്ങനെ ഈ ക്യാപ്ഷൻ വായിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നറിയോ, ഇയാള് വലിയൊരു ഒരു പാവം അല്ലെങ്കിൽ ഒരു കൂളായിട്ടുള്ള ആളായിരിക്കണം, ഒരു അടിച്ചുപൊളി ലൈഫ് നടത്തുന്ന. എന്നാൽ ഈ കങ്കുവയുടെ ഈ ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഏത് ഒരു കാലന്റെ പ്രതിരൂപമായിട്ടുള്ള രീതിയിലാണ് കങ്കുവനെ അവതരിപ്പിച്ചിരിക്കുന്നത്. തീയായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തീയൊന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാള്, അടിച്ചുപൊളി ലൈഫ് നടത്തുന്ന ഒരാള്. അപ്പോൾ ആള് പിന്നെ അതാ ഞാൻ പറഞ്ഞത്, ഈ ഏഴാം അറിവിന്റെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത്. ആള് എന്തെങ്കിലും സംഭവിക്കുന്നതിന് ശേഷം ആ ഒരു ഇതിലേക്ക് മാറുന്നത് തന്നെയായിരിക്കും. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതും അങ്ങനത്തെ ഒരു ഐറ്റത്തിന് തന്നെയാണല്ലോ. എന്നാലും രണ്ടും കാണണം. അപ്പൊ ആ പ്രതീക്ഷയുടെ തീ ആളെ സ്പർശിച്ചു എന്നുള്ള രീതി തന്നെയാണ്. അപ്പൊ കങ്കുവായി അങ്ങ് മാറുമായിരിക്കും. പിന്നെ അങ്ങോട്ട് ഒരൊറ്റ എണ്ണത്തിന്റെ ജീവനോട് കൊന്ന് അട്ടവട്ടെല്ലാം കൊല്ലും. എന്താണെങ്കിലും അടുത്തത് അടുത്തത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. മൂന്നാമത്തത് കെഡിലോസ്കിയാണ്. കെഡിലോസ്കി കാണാം, പൊളിയായിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും പോസ്റ്റർ, അതായത് എന്താ പറയാ, ഈ കഴിഞ്ഞ പ്രാവശ്യം രണ്ടെണ്ണത്തിൽ വന്നപ്പോഴും വിജയ് തന്നെയായിരുന്നു, രണ്ട് വിജയായിരുന്നു. ഇതിലേക്ക് വന്നപ്പം നമ്മുടെ പ്രഭുദേവയുണ്ട്, പ്രശാന്ത് ഉണ്ട്, അജ്മൽ ഉണ്ട്, പിന്നെ വിജയ്. ഈ ഒരു ഗ്യാങ് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. ഡ്യൂട്ടിയിലുള്ള സമയമാണ്. പക്ഷെ ഇവര് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുള്ളൊരു സമയമാണ്. അതെന്താന്ന് മനസ്സിലായിട്ട് എന്താ ഒരു മിഷനൊക്കെ ജയിച്ചിട്ട് വരിക, അങ്ങനത്തെ ഒരു ഇതാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ എന്താ വെച്ചോണ്ട് ഈ മറ്റേ എയിം ചെയ്തിട്ടുള്ള സാധനമാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് ലെൻസ് ഉണ്ടാവില്ല മുകളില്, അതിൻ്റെ ഉള്ളിലൂടെ കാണുന്ന വിഷനാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ അതിൻ്റെ കളർ ഗ്രേഡിങ്ങും ഇതിൻ്റെ മൊത്തം വർക്ക് സൂപ്പറാണ്. ഇത് നല്ല രസമായിട്ടുണ്ട്. ഞാൻ പറയാൻ വരുന്നത് അതായിരുന്നു. അതായത് രണ്ട് പോസ്റ്ററിനെക്കാളും എനിക്ക് ഒന്നും കൂടി ഒരു രസമായിട്ട് തോന്നിയത് ഇതാട്ടോ. ഒരു ഗംഭീര പോസ്റ്റർ തന്നെ. എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് 4 പേരും കാണുന്നത്. പിന്നെ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. 4 പേരും കണ്ടു. അതായത് അപ്പോൾ അത്യാവശ്യം നല്ല ക്യാരക്ടറുകളായിരിക്കും. അതായത് ആളുടെ കൂടെ തന്നെ അല്ലേ ചെയ്യാനുള്ളവരാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും സംഭവം ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. പോസ്റ്റർ പൊങ്കൽ അടിച്ചു പൊളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. വിജയുടെ ലുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഭയങ്കര നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അതെ, പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആൾക്കപ്പോൾ ഒരുപാട് ലുക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിന് മുൻപ് 2 പോസ്റ്റർ വന്നു. അതിൽ രണ്ടും അതായത് വിജയുടെ ഒരു ലുക്ക് വളരെ ഏജ് കുറവുള്ള ഒരു ക്യാരക്ടറാണ്, ചെറുപ്പം 19 വയസ്സുകാരൻ അല്ലേ. പക്ഷെ അതിൽ ഏജ്ഡ് ആയിട്ടുള്ള കാണിച്ചിരിക്കുന്നത് കുറച്ച് കൂടുതലായിട്ട് നേരേക്ക് വന്ന് ഭയങ്കരമായിട്ട് ഏജ്ഡ് ആണ്. അതെ, എന്നാൽ ഈ പോസ്റ്ററിൽ ആ ആളുടെ യങ് ലുക്കാണ്. 28 വയസ്സ്, 29 വയസ്സ്. അത് എല്ലാവർക്കും ആ ഒരു ഏജ് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ആ രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു വല്ല ഫ്ലാഷ് ബാക്ക് ഒക്കെ ആയിരിക്കാം. അത് തുടക്കം എങ്ങനെയാണോ എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൂപ്പിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ പറയാൻ പറ്റൂല ഇവരെന്തൊക്കെയാ ഉദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും പോസ്റ്റർ കിടും. അപ്പോൾ 3 ലുക്കായിട്ട് അപ്പോൾ ഇവർ അവതരിപ്പിച്ചതിൽ 3 പോസ്റ്റേഴ്സ് വെച്ചിട്ട് 3 ലുക്ക് വിജയ് കിട്ടി. എന്താണ് കൊള്ളാട്ടോ. അപ്പം ഇന്ന് ശരിക്ക് വിജയ് ഫാൻസിനും സൂര്യ ഫാൻസിനും രജനി ഫാൻസിനും എല്ലാവർക്കും ആഘോഷിക്കാനുള്ള, പ്രഭാസ് ഫാൻസ് എല്ലാവർക്കും ആഘോഷിക്കാനുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തകർക്കാം. ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോൾ ഹൃതിക് റോഷന്റെ ഫാൻസിനുള്ള സാധനം വരുന്നുണ്ട്. വൈകിട്ടും ഉണ്ട്. ചീരുകാരുവിന്റെ ഫാൻസിനുള്ള സാധനം വരുന്നുണ്ട്. അനൗൺസ്മെന്റ് വീഡിയോ 5 മണിക്ക് 156ാമത്തെ സിനിമയാണ്. അപ്പം അതുകൊണ്ട് എന്തായാലും മച്ചാൻ പറഞ്ഞതുപോലെ എന്തോ ഒരു മിഷൻ ജയിച്ചതിന്റെ ഒരു ഫീൽ ഉണ്ട്. കാരണം പിന്നിൽ ഒരു വലിയ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട്, ഒരു വലിയ യുദ്ധ
വണ്ടി കാണുന്നുണ്ട് ഇവരുടെ, പിന്നെ ഹെലികോപ്റ്റർ ഉണ്ട്, പിന്നെ ചെറുവിമാനങ്ങൾ സൈഡിലൂടെ പറക്കുന്നുണ്ട്, ഒക്കെ കാണുന്നുണ്ട്. കൊള്ളാം, നൈസ് വൺ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അന്ന് ഫുള്ള് ബിസിയാ. എന്നാണ് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണമുണ്ട്. അതെ, അതിനും ഇതിന്റെ ഇടയിൽ കൂടെ വേണമെങ്കിൽ അതിനും പോവാൻ സംഭവം. അതിന്റെ ഒരു ആവേശത്തിലെ ടീം ആടിൻ്റെ കയറിയിരുന്നത് ബിരിയാണി ആണോ എന്നൊരു സംശയം എനിക്ക് ഉണ്ട്. അത് കൊള്ളാം. രാവിലെ ഞാൻ ആ വഴിയൊന്ന് സഞ്ചരിച്ചായിരുന്നു, മണം പിടിച്ചിട്ട് മട്ടനാണ് തകർക്കാം. അപ്പൊ എന്തായാലും ബൈ.